കഴിക്കാന്തല്ലേ? ആ നീ എണീറ്റാ? കഴിക്കാൻ പുട്ടും കടലക്കറിയും പഴമൊക്കെ ഉണ്ടടാ. എന്നെ വേഗം പോയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വാ. അച്ഛൻ രാവിലെ തന്നെ ആ ശശിയേട്ടന്റെ കടയിൽ പോയിരിക്കുക. കുറെ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. ആ ഒറ്റയ്ക്കാവില്ല. മോനെ കാർ എടുത്തിട്ട് വിളിക്കാൻ പോ. എനിക്കൊന്നും ആകില്ലെന്നേ. അതൊക്കെ അച്ഛൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നോളൂ. അത് ശശിയേട്ടന്റെ വീട്ടിലെ കാറ് തിരിക്കാനും വളയ്ക്കാനൊന്നും കഴിയില്ല. ഞാൻ ബ്രഷ് ചെയ്ത് തരാം. അമ്മ വേഗം കഴിക്കെടുത്ത വെച്ചേ, എനിക്ക് കളിക്കാൻ പോകണ്ടതാ. 10-32 വയസ്സായി, ഇപ്പോഴും ക്രിക്കറ്റ് കൊണ്ട് നടക്കുക. എടാ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി, ആ ബോധം ഇല്ലേ നിനക്ക്? അല്ലെങ്കിലും അവള് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? അവളെ കൊണ്ടുവരണ്ടേടാ. നീ ഒന്ന് പോയി വിളിച്ചിട്ട് വാ. എങ്കിലും കുഞ്ഞിനെ കാണാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവളുടെ അമ്മയ്ക്ക് കാല് സുഖമില്ലമ്മേ, അതിൽ ഇത്ര ദിവസം ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പോയ 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നതാണ്. പിന്നെ അവള് ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നമ്മേ, നാളെ ഇങ്ങോട്ട് വരാം, ഒന്ന് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് നാളെ ഓഫീസിലെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ വരാൻ ലേറ്റ് ആവും. അവളുടെ അനിയനും ഇവിടെ ഇല്ല. അവളുടെ അച്ഛനെ കൊണ്ട് വിടാൻ പറയാല്ലേ? അതൊന്നും വേണ്ടടാ. അവളുടെ അച്ഛന് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയില്ലല്ലോ. ഇനിയിപ്പോ കുഞ്ഞിനെ കൊണ്ട് ബസ്സിലൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നാളെ അച്ഛന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ അച്ഛനടുത്ത് ലീവ് എടുക്കാൻ പറയാ. അവളെയും കുഞ്ഞിനെയും കൊണ്ടുവരാലോ. അല്ല, ഈ അച്ഛനെന്തിനാ ഈ വയസ്സായ കാലത്ത് പണിക്ക് പോകാൻ നിൽക്കുന്നത്? നമ്മുടെ തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കിന്നാ പോരെ? അതിന് അത്ര വലിയ തോട്ടം ഒന്നും അല്ലല്ലോടാ. കുറച്ച് തെങ്ങും മാവും കവുങ്ങും ഉണ്ട്. അതിപ്പോ 2 മാസത്തിലൊരിക്കൽ പണിക്കാരനെ വിട്ടായി. അല്ലെങ്കിലും നിന്റെ അച്ഛൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടാ? ഏത് കാലത്ത് തുടങ്ങിയ പണിയാ, ഇനിയും ഒരു അവസാനമില്ല.